തവ കഥാമൃതം തപ്തജീവനം കവിഭിരീഡിതം കൽമഷാപഹം ശ്രവണമംഗളം ശ്രീമദാതതം ഭുവി ഗൃണന്തി തേ ഭുരിദാ ജനാഃ ഭുവി ഗൃണന്തി തേ ഭുരിദാ ജനാഃ. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപേഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. ഇന്ന് നമ്മൾ കാശീശ്വരമിത്രൻ്റെ വീട്ടിൽ, നന്ദന ബഗാനിലുള്ള കാശീശ്വരമിത്രൻ്റെ വീട്ടിൽ ഭഗവാൻ സത്സംഗത്തിന് ചെല്ലുന്ന ഒരു ഭാഗം, അതുമുതലാണ് അതിൻ്റെ ഒരു ഭാഗം നോക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ ഈ സത്സംഗങ്ങൾ നടത്തുമ്പോൾ ഉണ്ടാകുന്നതിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ, അത് ഈ നമ്മൾ ഈ 9-ാം അധ്യായം 10-ാം അധ്യായം ഇപ്പോൾ നമ്മൾ നോക്കുന്നത് 10-ാം ഭാഗത്തിൽ അത് തീരുന്നതിന് മുൻപായിട്ട് 11-ാം ഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് വരുമ്പോൾ 2 പ്രധാനപ്പെട്ട സത്സംഗങ്ങൾ, അതായത് ഭഗവാന്റെ ഇതിൽ ഉത്സവങ്ങൾ, ഗൃഹസ്ഥ ഭക്തന്മാരുടെ വീടുകളിൽ നടക്കുന്ന ഉത്സവങ്ങൾ, അവരുടെ ആ സത്സംഗം, അതേക്കുറിച്ചാണ് ഈ 10-ാം ഭാഗത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ 2 പ്രധാനമായിട്ട് പറയുന്നത്. ഒന്നിലേറെ വീടുകളിൽ ഭഗവാൻ പോകുന്നത് ഇതിനകത്ത് ഈ ഭാഗങ്ങളിൽ വന്നിട്ടുണ്ട്. ഹരിഭക്തി പ്രദായിനി സഭയിൽ പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് രാമചന്ദ്ര ദത്തയുടെ വീട്ടിൽ പോകുന്നു. പിന്നീട് രാമചന്ദ്രയുടെ വീട്ടിൽ 2 പ്രാവശ്യം പോകുന്നുണ്ട്. അപ്പം ഇങ്ങനെ സത്സംഗങ്ങളുടെ ഒരു കുറേ ഡയറി കുറിപ്പുകളാണ് ഈ ഭാഗത്ത്, ഈ 10-ാം ഭാഗം അവസാനിക്കുന്നത് വരെ തുടർച്ചയായി കൽക്കട്ടയിൽ ഭഗവാൻ പല സ്ഥലങ്ങളിലായി സത്സംഗങ്ങളിൽ പങ്കെടുക്കാൻ, അതായത് ഗൃഹസ്ഥ ഭക്തന്മാരുടെ വീടുകളിൽ പോകുന്നതിനെക്കുറിച്ചാണ്. ഇവിടെ പ്രകടമാകുന്ന 2 കാര്യങ്ങൾ, ഓരോ സത്സംഗങ്ങൾ നടത്തുമ്പോഴും ഈ ഗൃഹസ്ഥ ഭക്തന്മാർ, ഗൃഹസ്ഥാശ്രമികൾ അവരവരുടെ വീടുകളിൽ സത്സംഗങ്ങൾ നടത്തുമ്പോൾ 2 തരം ഭാവത്തിലാണ് ഇത് നടക്കുന്നത് എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. 2 തരം ഭാവത്തിലാണ്. ഒന്നാമത്തെ ഭാവം എന്ന് പറയുന്നത്, ചിലർ സത്സംഗങ്ങൾ നടത്തുമ്പോൾ ആ സത്സംഗം എത്രമാത്രം, അതായത് ആ സത്സംഗത്തോടനുബന്ധിച്ച് ആ വീട്ടിൽ നടക്കുന്ന ആ ആഘോഷ പരിപാടികൾ എത്രത്തോളം ഗംഭീരമാക്കാം എന്നുള്ളതാണ് അവരുടെ ശ്രദ്ധ. അതിനു വേണ്ടിയാണ് അവരുടെ മുഴുവൻ കാര്യങ്ങളും, അവരുടെ ലക്ഷ്യം തന്നെ അതാണ്. എത്രമാത്രം പ്രൗഢിയോടുകൂടി അത് നടത്താം എന്നാണ് അവർ ചിന്തിക്കുന്നത്, ഒരു വിഭാഗം. എന്നാൽ മറ്റ് ചിലർ നടത്തുന്നത് അവരുടെ പ്രൗഢി വ്യക്തമാക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് സത്സംഗത്തിൽ പങ്കെടുക്കാൻ എത്തുന്ന, തൻ്റെ വീട്ടിലേക്ക് എത്തുന്ന മുഴുവൻ ഭക്തന്മാരെയും ആ ഓരോരുത്തരെയും ഈശ്വരനായി കണ്ടുകൊണ്ട് ആ സത്സംഗത്തിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ എടുത്തുകൊണ്ട് ഈശ്വരാർപ്പിതമായ ഒരു സത്സംഗത്തിനാണ് അവർ ശ്രമിക്കുക. അവിടെ ആഘോഷങ്ങൾക്കൊന്നും പ്രത്യേകിച്ച്
പ്രകടമായ യാതൊരു വിധത്തിലുള്ള ഒരു പ്രത്യേകതകളും അവർ പ്രകടിപ്പിക്കാറില്ല. എന്നാൽ മറ്റ് ചിലർ ചെയ്യുമ്പോൾ അത് ഭക്തിയേക്കാൾ ഉപരി പ്രകടനപരതയിലാണ് ശ്രദ്ധിക്കുക. കാര്യം എത്രമാത്രം ഗംഭീരമായി തൻ്റെ പ്രൗഢി എങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്താം, അല്ലെങ്കിൽ എത്രമാത്രം ആ പ്രൗഢി പ്രകടമാക്കാം എന്നുള്ള ഒരു അഹംബോധത്തിൻ്റെ ഭാഗമായി വരുന്ന സത്സംഗങ്ങളുമുണ്ട്. മറിച്ച് ഭക്തിയുടെ വഴിയിൽ ഈശ്വരാർപ്പിതമായ സത്സംഗങ്ങളുമുണ്ട്. ഇത് രണ്ടും നമുക്കും പലയിടങ്ങളിലായിട്ട് നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മളിത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ പല സ്ഥലങ്ങളിലും അങ്ങനെ വീടുകളിൽ സത്സംഗം നടത്തുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോൾ വള്ളിക്കോട് ആശ്രമത്തിൻ്റെ ഭാഗമായിട്ട് സത്സംഗങ്ങൾ ഇങ്ങനെ വീടുകളിൽ എല്ലാ 3-ാം ഞായറാഴ്ചയും വീടുകളിൽ സത്സംഗം, ഏതെങ്കിലും ഒരു വീട്ടിൽ സത്സംഗം നടത്തുക എന്നും പറഞ്ഞ് വള്ളിക്കോട് ആശ്രമത്തിൻ്റെ കീഴിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം 3-ാം ഞായറാഴ്ചയും അവർ ഓരോ വീടുകളിൽ. അപ്പോൾ പ്രത്യേകിച്ച് അബ്ദുൽ സ്വാമി പറഞ്ഞ ഒരു കാര്യം, യാതൊരു വിധത്തിലുള്ള മറ്റൊരുക്കങ്ങളൊന്നും ചെയ്യരുത്. കൃത്യമായി ആ നാമജപത്തിനും വചനാമൃത വായനയ്ക്കും അങ്ങനെയുള്ള ആ ഈശ്വരീയമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ശ്രദ്ധ എടുക്കേണ്ടത്. മറ്റ് കാര്യങ്ങൾക്ക്, അതായത് ഗൃഹസ്ഥൻ ആ പ്രത്യേക സത്സംഗം നടത്തുന്ന വീട്ടിലെ ആളുകൾ അവർ ഈ സത്സംഗത്തിൻ്റെ പ്രൗഢിക്ക് വേണ്ടി ഓടി നടക്കും. അപ്പോൾ ഈ വീട്ടിൽ നടക്കുന്ന ആ പരിപാടിയിൽ അവർക്ക് ശ്രദ്ധ കാണില്ല. കാര്യം ഇവർക്ക് എങ്ങനെ ഭക്ഷണം കൊടുക്കണം, ഇവരെ എങ്ങനെ സൽക്കരിക്കണം, ഇതൊക്കെ ആയിരിക്കും പ്രത്യേകം. അപ്പോൾ അതൊന്നും വേണ്ടത് ആ വീട്ടിലുള്ളവരും എല്ലാവരും സജീവമായി ഈ നാമജപത്തിലും ഈ ഭഗവാന്റെ ഈ എല്ലാ കാര്യങ്ങളിലും ഈ സത്സംഗത്തോടനുബന്ധിച്ച കാര്യങ്ങൾ ശ്രദ്ധാലുക്കളായിരിക്കണം എന്ന് പറഞ്ഞു അവിടെ വെച്ച്. അപ്പം അങ്ങനെ ഒരു സന്ദർഭം വള്ളിക്കോട് ആശ്രമത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോയ സമയത്ത് ഇത് ഉണ്ടായി. അപ്പോൾ അതും ഇവിടെ വരുന്ന ഈ ഭാഗത്ത് 2 തരത്തിൽ നടക്കുന്ന സത്സംഗങ്ങളെ നമുക്കിതിനകത്ത് പ്രകടമായി കാണാം. ഈ 2 തരത്തിൽ നടക്കുന്ന സത്സംഗങ്ങളിൽ ഭഗവാൻ എങ്ങനെയാണ് അത് അനുഭവേദ്യമായത് എന്നുള്ളതും പ്രകടമായിട്ട് ഇതിനകത്ത് കാണാം. കൂടെ വന്നു വരും ഭഗവാനും ഭഗവാനോടൊപ്പം വന്ന മറ്റുള്ളവർക്കും ഈ 2 സ്ഥലങ്ങളിലെയും അനുഭവം എന്തായിരുന്നു, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് വളരെ പ്രകടമായിട്ട് കാണാവുന്ന ഒരു ഭാഗം കൂടിയാണ്. അതാണ് നമ്മൾ ഒരു ഗൃഹസ്ഥാശ്രമികൾ സത്സംഗങ്ങൾക്ക് എങ്ങനെയാണ് ശ്രദ്ധ കൊടുക്കേണ്ടതെന്ന് പ്രകടമാക്കുന്ന ഒരു ഭാഗം കൂടിയാണിത്. ഇവിടെ ആദ്യത്തെ സ്വർഗശ്രീമാൻ, അതായത് അന്തരിച്ചുപോയ കാശീശ്വരമിത്രൻ്റെ വീട്ടിൽ നടക്കുന്ന നന്ദനബഗാനിൽ, കാശീശ്വരമിത്രൻ്റെ വീട് നന്ദനബഗാനിലാണ്. അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ മക്കൾ, അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായിട്ട് അദ്ദേഹത്തിൻ്റെ മക്കളാണ് ഇവിടെ ഭഗവാനെ ക്ഷണിച്ചു. ഭഗവാനെ അല്ല, എല്ലാവരെയും, അവർക്ക് കഴിവുള്ള ആളുകളെ മുഴുവൻ, അവർക്ക് പരിചയമുള്ള എല്ലാ കൽക്കട്ടയിൽ അന്ന് അവർക്ക് ബന്ധമുള്ള ആളുകളെ മുഴുവനും വിളിച്ചു വരുത്തി മക്കളായ ശ്രീനാഥനും യജ്ഞനാഥനും ഇവിടെ അങ്ങനെയുള്ള കുറച്ച് 2 മക്കളാണ്, അവരാണ് ഈ സത്സംഗം അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഭഗവാന് ശ്രീരാമകൃഷ്ണദേവനെ നിർബന്ധിച്ച് ക്ഷണിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് വളരെ ശ്രദ്ധിച്ച് നമ്മൾ വായിക്കേണ്ട ഒരു വരി. അതാണ് ശ്രീനാഥനും യജ്ഞനാഥൻ മുതലായ അദ്ദേഹത്തിൻ്റെ പുത്രന്മാർ ശ്രീരാമകൃഷ്ണനെ നിർബന്ധിച്ച് ക്ഷണിച്ച് കൊണ്ടുവന്നിരിക്കുന്നു. ഇതാണ് അടിവരയിട്ട് നമ്മൾ ഈ ഭാഗം നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. നിർബന്ധിച്ച് കൊണ്ടുവന്നിരിക്കുക. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ശ്രീരാമകൃഷ്ണദേവൻ വന്ന് ആദ്യം താഴത്തുള്ള ഒരു സ്വീകരണ മുറിയിലിരിക്കുന്നു. ഇവർ ബ്രഹ്മ സമാജവുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ്. അതുകൊണ്ട് ബ്രഹ്മഭക്തന്മാർ ഓരോരുത്തരായ ആ മുറിയിൽ വരുന്നു. ആ കൂട്ടത്തിലാണ് രവീന്ദ്രനാഥ ടാഗോർ വരുന്നത്. രവീന്ദ്രനാഥ ടാഗോറും ടാഗോർ കുടുംബത്തിലെ അംഗങ്ങളും ഒക്കെ അവിടെ വരും ആ സമയം. അപ്പോൾ ടാഗോറും ടാഗോർ കുടുംബത്തിലെ ആളുകളും വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ ഭവനത്തിൻ്റെ, അതായത് നന്ദനബഗാനിലുള്ള കാശീശ്വരമിത്രൻ്റെ വീടിൻ്റെ ഒരു പ്രൗഢി നമുക്ക് ഊഹിക്കാവുന്നതാണ്. കാരണം അവരൊക്കെ ആദി ബ്രഹ്മ സമാജം മുതൽ വന്നിട്ടുള്ള ആളുകളാണ്. ഈ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ അച്ഛൻ ഉൾപ്പെടെയുള്ളവർ
തുടങ്ങി വെച്ച ആ ഒരു ആദി ബ്രഹ്മ സമാജത്തിൻ്റെ ഭാഗമായി വന്നിട്ടുള്ളൊരു വലിയ ഫാമിലിയാണ് ടാഗോർ കുടുംബം. അപ്പോൾ ദേവേന്ദ്രനാഥ ടാഗോറിൻ്റെ അച്ഛൻ ദേവേന്ദ്രനാഥ ടാഗോർ ആയിരുന്നു ആദ്യത്തെ ബ്രഹ്മസമാജത്തിൻ്റെ തുടക്കത്തിലുള്ള നേതൃത്വം. പിന്നീട് കേശവചന്ദ്രസേനൻ പിരിഞ്ഞു പോയപ്പോൾ ആദി ബ്രഹ്മസമാജമായിട്ട് അവർ പാരമ്പര്യത്തോടു കൂടിയ ബ്രഹ്മസമാജം എന്ന് അവകാശപ്പെടുന്നവരാണ്. കാര്യം കേശവചന്ദ്രസേനൊക്കെ അതിൽ നിന്ന് പിരിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ ഭാരതവർഷ ബ്രഹ്മസമാജം എന്നുള്ള പേരിൽ വേറെ ഗ്രൂപ്പായി തിരിഞ്ഞപ്പോൾ പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള രാജാറാം മോഹൻ റായിയോടൊപ്പം സംഘടിപ്പിച്ചിട്ടുള്ള ബ്രഹ്മസമാജം എന്നുള്ള പാരമ്പര്യവാദികളാണ് ടാഗോർ കുടുംബം. അപ്പോൾ ആ ഒരു പ്രൗഢി ടാഗോർ കുടുംബം നിലനിർത്തുന്നുണ്ട് ഈ കാര്യത്തിൽ. അപ്പം അങ്ങനെയുള്ള ടാഗോർ ഉൾപ്പെടെയുള്ളവരാണ് ഈ നന്ദന ബഗാനിൽ വന്നിരിക്കുന്നത്. അതിൻ്റെ മറ്റൊരു പ്രത്യേകത, ടാഗോർ ഭഗവാനുമായിട്ട് നേരിട്ട് കാണുന്ന ഏക സന്ദർഭവും ഇതാണ്. എനിക്കൊന്ന് കഴിഞ്ഞ തവണ നമ്മളിത് സൂചിപ്പിച്ചിരുന്നു ഈ ഭാഗം. അപ്പോൾ ആ തരത്തിലാണ് അവിടെ നടക്കുന്ന ആ ഒരു വലിയ ബ്രഹ്മസമാജ ആ പ്രോഗ്രാം അവർ സംഘടിപ്പിച്ചിരിക്കുന്നു. വളരെ ഗംഭീര പ്രോഗ്രാം. അപ്പോൾ ഇപ്പോൾ അവരുടെ ഇവിടുത്തെ ആചാര്യൻ എന്ന് പറയുന്ന ഇവരുടെ ബ്രഹ്മസമാജോത്സവത്തിൻ്റെ ഇവിടുത്തെ ആചാര്യൻ എന്ന് പറയുന്നത് ഭൈരവ വന്ദ്യോപാധ്യായൻ എന്ന് പറഞ്ഞ ആളാണ്. അതായത് ശിവനാഥനായിരുന്നു നേരത്തെ ആചാര്യനായിരുന്നത്. പിന്നീട് ശിവനാഥൻ ഇവിടെ നമ്മുടെ സാധാരണ ബ്രഹ്മസമാജത്തിൻ്റെ ഭാഗമായി പോയി. അപ്പോൾ ഇപ്പോൾ അവിടെ ഭൈരവ വന്ദ്യോപാധ്യായനാണ് ഇവരുടെ ആചാര്യനായിട്ട് ഈ ഉത്സവങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നത്. അദ്ദേഹം ആദി ബ്രഹ്മസമാജത്തിൻ്റെ ആചാര്യനാണ്. അപ്പം അങ്ങനെ അത് ഗംഭീരമായിട്ട് അവിടെ കാര്യങ്ങളൊക്കെ നടന്നു വരുന്നു. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ നമ്മുടെ വചനാമൃതത്തിൽ അത് പ്രകടമായി പറയുന്നുണ്ട്. അതല്ല നമ്മുടെ പ്രധാനമായിട്ട് ഇവിടെ വരുന്ന ഒരു പ്രധാനമായിട്ടുള്ളൊരു കാര്യം, ഈ സത്സംഗത്തിൽ ഭഗവാൻ എന്താണ് ആ ബ്രഹ്മസമാജത്തിലെ മറ്റംഗങ്ങൾ അവിടെ കൂടിയിരിക്കുന്നവരുമായിട്ട് ഭഗവാൻ ചർച്ച ചെയ്യുന്നത് 3 കാര്യങ്ങളാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. ഭഗവാൻ ഈ ഈശ്വര ചിന്തയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് 3 കാര്യങ്ങളാണ് അവിടെ. അത് ഈ ബ്രഹ്മസമാജത്തിലെ അംഗങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി എന്നോണമാണ് ഭഗവാൻ അത് പറയുന്നത്. ആ ചർച്ച ചെയ്യുന്ന വിഷയം ഇതാണ്. ഭഗവാൻ പറഞ്ഞത് ഭഗവത് ചിന്ത ഉണ്ടാവുക എന്നതാണ് പ്രധാനം. നമ്മുടെ ഓരോ സത്സംഗത്തിൻ്റെയും ഉദ്ദേശം എന്ന് പറയുന്നത് ഭഗവത് ചിന്ത ഉണ്ടായിക്കൊണ്ടേയിരിക്കുക. അതിനാണ് ഈ സത്സംഗങ്ങൾ അടിക്കടി തുടർച്ചയായി സത്സംഗങ്ങൾ നമ്മൾ പങ്കെടുക്കണം, അല്ലെങ്കിൽ സത്സംഗങ്ങൾ സംഘടിപ്പിക്കപ്പെടണം എന്നൊക്കെ പറയുന്നതിൻ്റെ പ്രധാനമായ കാരണം ഈ ഭഗവത് ചിന്ത തുടർച്ചയായി നമുക്കുണ്ടായിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഭഗവാൻ പറയുന്നത് അത് വലിയ പ്രയാസമാണ്. നമ്മൾ പറയുമ്പോൾ വളരെ രസകരമായിട്ട് നമുക്ക് തോന്നാം, എളുപ്പമാണെന്ന് തോന്നാം. പക്ഷെ ഭഗവത് ചിന്ത നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ സദാസമയം ഭഗവത് ചിന്ത നിലനിർത്തുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ടാണ് ഭഗവാൻ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സത്സംഗങ്ങൾ കൂടെയുള്ള ഈ സത്സംഗങ്ങൾ വരുമ്പോൾ നമ്മൾ ഒന്ന് ചാർജ് ചെയ്യപ്പെടും. ഈ ബാറ്ററി ഡൗൺ ആകുമ്പോൾ ചാർജ് ചെയ്യുന്ന പോലെയാണത്. ഒന്ന് ചാർജ് ചെയ്യണം. അപ്പോൾ അത് കുറച്ച് ദിവസത്തേക്ക് ചിലപ്പോൾ ഒരു സത്സംഗം കഴിയുമ്പോൾ കഷ്ടിച്ച് നമ്മൾ ഒരാഴ്ചയൊക്കെ ചിലപ്പോൾ ആ ചാർജ് നിലനിൽക്കും. പിന്നീട് പഴയ പോലെ താഴും. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഓൺലൈനിൽ ഈ സത്സംഗം കൃത്യമായി എല്ലാ ദിവസവും നടക്കുന്നു എന്നുള്ളത് കൊണ്ടും ഈ ഏകദേശം 6 ദിവസത്തോളം തുടർച്ചയായി ഈ സത്സംഗങ്ങൾ നടക്കുന്നത് കൊണ്ട് കൃത്യമായ സമയത്ത് തുടങ്ങി കൃത്യമായ സമയത്ത് അത് പാലിച്ചു പോരുന്ന എത്രയോ ഇത് കോവിഡ് കാലം മുതൽ ആലോചിക്കാം. അപ്പോൾ എത്രയോ വളരെ സുദീർഘമായ ഒരു കാലഘട്ടത്തിലൂടെ നിരന്തരം ഭഗവത് ചിന്ത നിലനിർത്താൻ ശ്രീരാമകൃഷ്ണദേവൻ ഉപദേശിച്ച പോലെ തന്നെയാണ്
ഇവിടെ നമ്മുടെ ഈ സത്സംഗം മുന്നോട്ട് പോകുന്നത്. അത് എല്ലാ ദിവസവും 7 മണിക്ക് ആരംഭിക്കുന്ന ആ നമ്മുടെ മറ്റു കാര്യങ്ങളിലെല്ലാം ഒരു ദിവസത്തിൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഇതിനു വേണ്ടി നമ്മൾ ചെലവഴിക്കുമെങ്കിലും ഈ ഒരു ദിവസത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഈ ഒരു സമയത്തേക്ക്, ദിവസമല്ല ഈ ഒരു സമയത്തേക്ക് വേണ്ടി നമ്മൾ തയ്യാറാകുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഭഗവത് കഥകളെക്കുറിച്ച് മനനം ചെയ്യാനും ഈ ഒരു വ്യക്തിപരമായി എനിക്കുണ്ടാകുന്ന വലിയൊരു സന്തോഷം, ഈ ഒരു ദിവസത്തേക്ക് വേണ്ടി കഴിഞ്ഞ 6 ദിവസവും നമ്മൾ ഇത് മനസ്സിലുണ്ട്, നമ്മുടെ ഉള്ളിൽ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച്. അപ്പോൾ ഭഗവത് ചിന്ത നമ്മുടെ ഉള്ളിൽ നിന്ന് പോകുന്നില്ല. അത് ഭഗവാൻ നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. അതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഭഗവത് ചിന്ത നിലനിർത്തുന്നതിന് വേണ്ടി ഈ സത്സംഗങ്ങൾ തുടർച്ചയായി നമ്മൾ പങ്കെടുക്കുക എന്നുള്ളത്. എന്നിട്ട് എല്ലാവരും ഒന്നിച്ചുകൂടി നാമഗുണങ്ങൾ കീർത്തിക്കുക, ഭഗവാന്റെ നാമഗുണങ്ങൾ കീർത്തിക്കുക, നാമം ജപിക്കുക. അപ്പോൾ ഭഗവാന്റെ വിവിധ പ്രഭാവത്തെക്കുറിച്ച്, ഭഗവാനെക്കുറിച്ച് നാമകീർത്തനങ്ങൾ ചെയ്യുക. അപ്പോൾ ഈ നാമകീർത്തനങ്ങൾ കൊണ്ടുണ്ടാകുന്നൊരു പ്രയോജനം, ഈ നാമകീർത്തനത്തിലൂടെ ഭഗവാന്റെ വിവിധങ്ങളായ വിഭൂതികളെ നമ്മൾ മനസ്സിൽ സങ്കല്പിക്കാൻ പറ്റും പല രൂപത്തിൽ. അപ്പോൾ ഓരോ നാമത്തിലും അല്ലെങ്കിൽ ഓരോ പ്രാർത്ഥനയിലും ഓരോ നാമജപത്തിലും കീർത്തനത്തിലും ഓരോ കീർത്തനത്തിലും ഭഗവാന്റെ വിവിധങ്ങളായ വിഭൂതികളെ നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കീർത്തനത്തിൽ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഒരു ചിത്രം പോലെ തെളിയുകയും നമ്മുടെ ഉള്ളിൽ നിറയുകയും ആ ഭഗവാനോടൊപ്പം നമ്മളും ആ നിമിഷം നമ്മൾ ഭഗവാനോടൊപ്പം സജീവമായി ജീവിക്കുന്നതായിട്ടുള്ളൊരു ഭാവം നമ്മളിൽ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഒന്നിച്ചുകൂടി നാമഗുണങ്ങൾ കീർത്തിക്കണം. സത്സംഗങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനമായ ഭാഗം നാമഗുണങ്ങൾ കീർത്തിക്കുക എന്നുള്ളതാണ്. എന്തിനാണ് നമ്മളിത് ചെയ്യുന്നത്? അതിന് ഭഗവാൻ ഇവിടെ അതിനും മറുപടി പറയുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൂടെ എന്തിനാണ് നമ്മൾ സത്സംഗങ്ങൾ ചെയ്യുന്നത്? അതായത് ഭഗവാൻ തന്നെ പറഞ്ഞു, ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നത് ലൗകികരുടെ ഈശ്വര ചിന്ത എന്ന് പറയുന്നത്, എല്ലാ ലൗകികരുടെയും, ഇതിനൊട്ട് ആരും ഇതിൽ നിന്ന് വിഭിന്നരല്ല, എല്ലാ ലൗകികരുടെയും ഈശ്വര ചിന്ത എന്ന് പറയുന്നത് ചുട്ടുപഴുത്ത ഇരുമ്പിൽ ഒരു വെള്ളത്തുള്ളി വീണ പോലെയാണ്. ഇത്ര മനോഹരമായൊരു ഉദാഹരണം. ഇതിൽ പരം അതിന് കൂടുതൽ വിശദീകരണം പോലും ആവശ്യമില്ല. ചുട്ടുപഴുത്ത ഒരു ഇരുമ്പിൽ ഒരു തുള്ളി വെള്ളം വീണാൽ എങ്ങനെ, ആ വെള്ളം വീഴുന്നു എന്ന് പറയുന്ന ആ നിമിഷമാണ് നമ്മുടെ മനസ്സിൽ ഒരു ലൗകിക മനുഷ്യൻ്റെ ഉള്ളിലെ ഈശ്വര ചിന്ത നിലനിൽക്കുന്ന സമയപരിധിയാണത് ആ സൂചിപ്പിക്കുന്നത്. ആ വെള്ളം വീഴുന്ന സമയം വരെ അത്രയേ ഉള്ളൂ. അതിന് ആ ചുട്ടുപഴുത്ത ഇരുമ്പിൽ ഒരു വെള്ളത്തുള്ളി വീണ് കഴിഞ്ഞാൽ അത് ആ നിമിഷം തന്നെ ഞൊടിയിട കൊണ്ട് അത് അസ്തമിച്ചു പോകും, അതില്ലാതായിത്തീരും. അത്രേ നമ്മുടെ ഉള്ളിൽ ഈശ്വര ചിന്ത നിലനിൽക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഭഗവാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത് എപ്പോഴും ഈ അടിക്കടിയുള്ള, അതായത് ഈ എത്രയും കൂടുതൽ ഭഗവത് ചിന്ത നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ, എത്രത്തോളം സമയം നമുക്കിതിനു വേണ്ടി വിനിയോഗിക്കാൻ കഴിയുമോ അത്രയും സമയം ഈ നാമകീർത്തനത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന തരത്തിൽ നമ്മുടെ സമയത്തെ ഇത്തരം സത്സംഗങ്ങളെ പ്രയോജനപ്പെടുത്തണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് ഭഗവാൻ പറയുന്ന മറ്റൊരു, ഈ അംഗങ്ങളെല്ലാം ഇരിക്കുമ്പോൾ അവരോട് ഭഗവാൻ സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് എന്തിനാണ് നമ്മളിങ്ങനെ ഈ സത്സംഗങ്ങളിലും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ വന്നിരിക്കുന്നത്, എന്തിനാണ്? അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയിരിക്കുന്നത് എന്തിനാണ്? അല്ലെങ്കിൽ ആശ്രമത്തിൽ പോകുന്നത് എന്തിനാണ് എന്നൊക്കെ പലരും, ഞാൻ എൻ്റേതായ മനസ്സിൽ എനിക്ക് ഈശ്വരനാമ ശ്രദ്ധയുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഭക്തി എന്നിലുണ്ട് എന്ന് വിശ്വസിക്കുകയും, എന്നാൽ ഇത്തരം ഈ ക്ഷേത്ര ദർശനമൊക്കെ ചിലപ്പോൾ അത് വേണ്ട രീതിയിൽ ചെയ്യാൻ താല്പര്യപ്പെടാതിരിക്കുക, ആശ്രമങ്ങളിൽ വേണ്ട സത്സംഗങ്ങളിൽ പങ്കെടുക്കാൻ താല്പര്യപ്പെടാതിരിക്കുക, ഇങ്ങനെയൊക്കെ വരാം. അപ്പോൾ നരേന്ദ്രൻ
ഇത് ചോദിച്ചതായിട്ട് ഭഗവാൻ പറയുന്നുണ്ട് ഇവിടെ. നരേന്ദ്രൻ ഒരിക്കൽ ചോദിച്ചത്, ഈ ബ്രഹ്മസമാജ മന്ദിരത്തിന് മുന്നിൽ പോയി നമസ്കരിച്ചിട്ട് എന്താ കാര്യം? ക്ഷേത്രം കണ്ടാൽ ഭഗവാന്റെ സ്മരണ വരും. ഭഗവാൻ അതിന് പറഞ്ഞ് നമ്മൾ ഭഗവത് സ്മരണ നിലനിർത്താൻ പാകമായ സന്ദർഭങ്ങൾ ജീവിതത്തിൽ കൂടുതൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ സന്ദർശനങ്ങളുടെ എല്ലാം അർത്ഥം. ക്ഷേത്ര ദർശനമായാലും ആശ്രമത്തിൽ പോകുന്നതൊക്കെ നമ്മൾ വീട്ടിലിരുന്നാലോ അല്ലെങ്കിൽ മറ്റ് ജോലികൾ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് ലൗകിക കാര്യങ്ങളിൽ ഇടപെടുമ്പോഴോ അത്രമേൽ നമുക്ക് ഈശ്വര കാര്യത്തിൽ ശ്രദ്ധ ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ അത് മാത്രമായൊരു ചിന്ത വരണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ക്ഷേത്രങ്ങൾ കണ്ടാൽ പിന്നെ മറ്റൊന്നും ഓർമ്മ വരില്ല, ഈശ്വരകാര്യം മാത്രമേ ഓർമ്മ വരൂ. അപ്പോൾ ആ ഓർമ്മ നിലനിർത്താനാണ് തീർത്ഥസ്ഥാനങ്ങളിൽ പോകുന്നതും ക്ഷേത്രങ്ങളിൽ പോകുന്നതും എന്ന് ഭഗവാൻ ഇവിടെ ഉപദേശിക്കുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിൽ അതാണ് ഈ സത്സംഗങ്ങളെ നിലനിർത്തണമെന്ന് പറഞ്ഞതിൻ്റെ ഒരു അർത്ഥത്തിൽ അതിനെ ആ അർത്ഥത്തിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ഇത് ഈ നന്ദനവനത്തിലെ ഈ നന്ദൻ ഭഗവാനിലെ ഈ കാശീശ്വരമിത്രൻ്റെ വീട്ടിൽ ബ്രഹ്മസമാജ ഉത്സവത്തിലേക്ക് ആണ് നമ്മൾ പറഞ്ഞു വന്നത്. അവിടെ നടക്കുന്ന പ്രോഗ്രാമിലേക്കാണ് നമ്മൾ വന്നത്. അപ്പോൾ അവിടെ ആ സന്ദർഭത്തിലേക്ക് വരാം. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്? നമ്മൾ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ കാര്യം, ഈ സത്സംഗങ്ങൾ നടത്തുന്ന വീടുകളിൽ ആ നടത്തുന്നവരുടെ പ്രൗഢിയാണോ പ്രകടമാക്കേണ്ടത്, അതോ ഈശ്വരോന്മുഖമായ പ്രവർത്തനങ്ങൾക്കാണോ ഇത് കൊടുക്കേണ്ടത് എന്നുള്ളിടത്താണ് ഇവിടെ വരുന്നത്. ഈ നന്ദന ഭഗവാനിലെ വീട്ടിൽ സംഭവിച്ചത് എന്തെന്ന് വെച്ചാൽ, ഇവർ ഉന്നതരായ ആളുകളെയെല്ലാം കൽക്കട്ടയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ക്ഷണിച്ചു വരുത്തി ഇവിടെ വേണ്ട രീതിയിലൊക്കെ വേണ്ട തയ്യാറെടുപ്പുകളൊക്കെ നടത്തി വേണ്ട രീതിയിലാണ് അവരതിന് വേണ്ട നടത്തിയത്. അപ്പോൾ ഇതിന് സംഭവിച്ചു പോയത് എന്തെന്ന് വെച്ചാൽ, ആരാധനയെല്ലാം ഈ ചടങ്ങുകളെല്ലാം നടന്നു. ഭഗവാന്റെ പ്രഭാഷണം ഉണ്ടായിരുന്നു. ബ്രഹ്മസമാജത്തിലെ അംഗങ്ങൾ നിരവധി ചോദ്യങ്ങൾ ചോദിച്ചു. അതിനൊക്കെ ഭഗവാൻ ഭംഗിയായ ഉത്തരം പറഞ്ഞു, നല്ല കഥകളൊക്കെ പറഞ്ഞു. എല്ലാം ഭംഗിയായിട്ട് നടന്നു. സകല ആഘോഷങ്ങളും ഭംഗിയായിട്ട് നടന്നു. പക്ഷെ അവസാനിക്കുന്ന സന്ദർഭത്തിൽ എന്താണ് ഉണ്ടായത്? ഇവിടെ ആരാധനയെല്ലാം അവസാനിച്ചു. ഭക്തന്മാർക്ക് ലഘുഭക്ഷണം നൽകാനുള്ള ഏർപ്പാടുകളാണ് പിന്നെ നടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോൾ പിന്നെ ലഘുഭക്ഷണത്തിലേക്ക് വരികയാണ് ആളുകൾ. അപ്പോൾ ബ്രഹ്മഭക്തന്മാർ അധികം പേരും താഴെ മുറ്റത്തും വരാന്തയിലുമൊക്കെ ഇങ്ങനെ കാറ്റുകൊണ്ടുകൊണ്ട് നിൽക്കുന്നു. അവിടെ ഈ മാസ്റ്റർ മഹാശയൻ ആ രംഗം വളരെ ഭംഗിയായിട്ട്, അന്നത്തെ ആ സംഭവത്തെ വളരെ മനോഹരമായിട്ട് മാസ്റ്റർ മഹാശയൻ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ രാത്രി ഏതാണ്ട് ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും രാത്രി 9 മണിയൊക്കെ ആയി. അപ്പോൾ ഗുരുദേവന് ഈ രാത്രി 9 മണി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഗുരുദേവന് ദക്ഷിണേശ്വരത്തേക്ക് മടങ്ങിപ്പോകണം. ശ്രീരാമകൃഷ്ണദേവന് ദക്ഷിണേശ്വരത്തേക്ക് ഉടനെ പോകേണ്ടതുണ്ട്. അതിന് രാത്രി വളരെ വൈകി, 9 മണിയായി. അപ്പോൾ ഈ ആതിഥേയന്മാർ, നമ്മൾ നേരത്തെ പറഞ്ഞ ആ 2 പേരുണ്ടല്ലോ, നമ്മുടെ ശ്രീനാഥനും യജ്ഞനാഥനും, കാശീശ്വരമിത്രൻ്റെ മക്കൾ. അപ്പം അവർ എന്ത് ചെയ്തു? ഈ ക്ഷണിച്ച ആതിഥേയന്മാരെ എല്ലാം അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ അങ്ങനെ അവരെയൊക്കെ ക്ഷണിച്ച് വേണ്ട സ്ഥാനങ്ങളിലേക്കൊക്കെ കൊണ്ടിരുത്താൻ ആലോചിക്കണം. ഇവിടെ വന്നിരിക്കുന്നതെല്ലാം വളരെ നേരത്തെ പറഞ്ഞത് വളരെ പ്രമുഖരായ ആളുകൾ, ടാഗോർ ഫാമിലിയിൽ നിന്നുള്ള ഉൾപ്പെടെയുള്ള ആളുകളാണ് അവിടെ വന്നിരിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു, ഇത് തുടങ്ങിയപ്പോൾ പറഞ്ഞ മാസ്റ്റർ മഹാശയൻ എഴുതിയത് കൊണ്ട് ഭഗവാനെ ശ്രീരാമകൃഷ്ണദേവനെ നിർബന്ധിച്ചാണ് ക്ഷണിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ ഈ അവസാന സന്ദർഭമായപ്പോൾ സംഭവിച്ചത് എന്താണ്? അവർ ഈ ക്ഷണിക്കപ്പെട്ട ആളുകളെ, ഗൃഹസ്ഥഭക്തന്മാരെ ആദരിക്കുന്ന, അവരെയൊക്കെ ആ വന്ന് ക്ഷണിക്കപ്പെട്ടതിൽ പ്രമുഖരായ ആളുകളെ, അതായിരിക്കണമല്ലോ പ്രധാനം. അപ്പം അങ്ങനെയുള്ള പ്രമുഖരായ ആളുകളെ ആദ്യം അവർക്ക് വേണ്ട ഉപചാരങ്ങൾ ചെയ്യാനുള്ള ശ്രദ്ധയിലേക്ക് ഇവർ പോയി. സംഭവിച്ചത് ശ്രീരാമകൃഷ്ണദേവനും മറ്റും അവിടെ ഇരിക്കുന്നത് ആരും ശ്രദ്ധിച്ചില്ല. ഭഗവാന്റെ കൂടെ വന്ന രാഖാലുണ്ട്, മാസ്റ്റർ മഹാശയനൊക്കെ ഉണ്ട്, എല്ലാവരും കൂടെ ഇരിപ്പുണ്ട്. ഭഗവാൻ അവിടെ ഇരിക്കുന്ന കാര്യം പിന്നെ ആരുമേ ശ്രദ്ധിച്ചതേയില്ല. എന്നിട്ട് ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നുണ്ട്, ഇവിടെ രാഖാലിനോട് പറയുക, എന്താ ആരും ഒന്നും വിളിക്കുന്നില്ലല്ലോ? ഭഗവാൻ പറഞ്ഞതാണ്.
ആരും ഒന്നും നമ്മളെ ആരും വിളിക്കുന്നില്ലല്ലോ എന്ന്. അപ്പോൾ രാഖാലിന് പെട്ടെന്ന് ദേഷ്യമാണ്. കാര്യം ആരും ശ്രദ്ധിക്കുന്നില്ല. അത് രാഖാലിനെ സംബന്ധിച്ച് പെട്ടെന്ന് വളരെ ദേഷ്യമാണ്. അപ്പം പറഞ്ഞു, പ്രഭു വരൂ പോകാം, നമുക്ക് ദക്ഷിണേശ്വരത്തേക്ക് മടങ്ങിപ്പോകാം എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചു. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ ചിരിച്ചുകൊണ്ട്, മിണ്ടാണ്ടിരി, വണ്ടി വാടക 3 രൂപ 2 അണയാണ്. ദക്ഷിണേശ്വരത്തേക്ക് പോകണമെങ്കിൽ വണ്ടി വാടക തന്നെ 3 രൂപയും 2 അണയും കൊടുക്കണം. അതാര് കൊടുക്കും? വാശി പിടിച്ചതുകൊണ്ടായില്ല, ഒരു കാശ് പോലും കയ്യിലില്ല. എന്നിട്ട് വെറുതെ ശുണ്ഠിയും. പോരാത്തതിന് ഇത്രയും വൈകിട്ട് ഇനി ആഹാരം എവിടെ കിട്ടും? ശാപ്പാട് എവിടെ കിട്ടും? നമുക്ക് ഭഗവാൻ എങ്ങനെയാണ് ആ രംഗത്തെ കൈകാര്യം ചെയ്യുന്നത്? വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന നമ്മൾ എന്താണ് ചെയ്യുക എന്നാണ് അവിടെ. നമ്മൾ ഓരോരുത്തരും നമ്മൾ ആരായി, നമ്മൾ ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ അഹംബോധം എത്രമാത്രമായിരിക്കും ഇവിടെ പ്രവർത്തിക്കുക എന്നുള്ളത്. ഇവിടെ ഭഗവാന് അങ്ങനെയുള്ള ആ മനസ്താപങ്ങളൊന്നുമില്ല. എന്നിട്ടും ഭഗവാൻ പറഞ്ഞത് ആരും നമ്മളെ വിളിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും രാഖാലിനെ സംബന്ധിച്ച് നമ്മൾ സാമാന്യ ജനത്തിന് നമ്മളെപ്പോലുള്ളവരുടെ തരത്തിലുള്ള പ്രതികരണമാണ് രാഖാലിനെ പോലുള്ളവർക്കുണ്ടായത്. പക്ഷെ ഭഗവാൻ അത് തന്നെ ആ സമയത്ത് ചിരിച്ചുകൊണ്ടാണത് പറഞ്ഞത്. നോക്കൂ, പോകാൻ വണ്ടിക്കൂലിയില്ല, യാതൊരു അറേഞ്ച്മെൻറ്റും ഇല്ല. ഇവിടുന്ന് ഈ നന്ദൻ ബഗാൻ മുതൽ ദക്ഷിണേശ്വരം വരെ പോകണം. അത് രാത്രി 9 മണി. ഒരു ചില്ലിക്കാശ് പോലും ആളുടെ കയ്യിലുമില്ല. മാത്രമല്ല ഇനി ഭക്ഷണം കിട്ടില്ല. ഇത്രയും പേരും പട്ടിണിയായി പോകും, രാത്രി വിശക്കും. ആ ഒരു സന്ദർഭം ഒന്ന് ആലോചിച്ചു നോക്കുക. വളരെ നേരം കഴിഞ്ഞ് ഇല വെച്ചു, അവിടെ ഭക്ഷണത്തിന് വേണ്ട ഇതൊക്കെ തയ്യാറാക്കി. എല്ലാവരും അവിടെ തിരക്കിട്ട്, അറിയാമല്ലോ, ഒരു ഭക്ഷണം വിളമ്പാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകാവുന്ന തിരക്കറിയാം. അപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്നു. അപ്പോൾ രാഖാലെല്ലാം കൂടെ പതുക്കെ പിടിച്ചുകൊണ്ട് സ്വയം, ഇനിയിപ്പോൾ നോക്കി നിന്നിട്ട് കാര്യമില്ല, ആരും വിളിക്കുമെന്ന് വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഭഗവാനെ രാഖാല് തന്നെ കയ്യിൽ പിടിച്ച് ഭഗവാനെ മുകളിലത്തെ നിലയിലേക്ക്, 2ാമത്തെ നിലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെയാണ് തിരക്കിട്ട് ആളുകൾ ഭക്ഷണത്തിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് കൊണ്ടുപോയി. അവിടെ മുകളിൽ ചെന്നപ്പോഴോ സംഭവിച്ചതോ, അവിടെ ആരും ഭക്ഷണത്തിൻ്റെ മുമ്പിൽ ആരെയും ശ്രദ്ധിക്കില്ലല്ലോ. അവിടെ ഭഗവാൻ ഇരിക്കാൻ സ്ഥലമൊന്നുമില്ല, അവിടെ ഇരിക്കാനുള്ള ഇടയൊന്നും കിട്ടിയില്ല. എന്നിട്ട് ഇവരെല്ലാവരും കൂടെ വളരെ വിഷമിച്ച് ശ്രീരാമകൃഷ്ണദേവന് ഒരരികിൽ, ഒരു പക്ഷേ ആ മേശയുടെ അരികിൽ എവിടെയെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ അവിടെ ഇരിക്കാൻ അറേഞ്ച് ചെയ്തിട്ടുള്ളതിൻ്റെ ഒരു അരികിൽ സ്ഥലം കഷ്ടിച്ചുണ്ടാക്കി അവിടെ ഇരുത്തി. അതാണെങ്കിലോ വൃത്തിയാക്കാത്തൊരു സ്ഥലം. എനിക്ക് തോന്നുന്നു അവിടെ ഈ എല്ലാം കൂടെ കൂട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടി മുട്ടിയൊക്കെ ഇട്ട് ഊഹിക്കാവുന്ന ഒരു സ്ഥലമാണ്. ഒരു സദ്യ നടക്കുന്നതിൻ്റെ ഒരു ഭാഗം എങ്ങനെ ഇരിക്കുമെന്ന്, അത് വളരെ മോശപ്പെട്ട ഒരു ഭാഗമായിരുന്നിരിക്കാം. കാര്യം അവിടെയൊക്കെ ഇതെല്ലാം വിളമ്പി വെച്ചിരിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ സ്ഥാനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുന്ന ഒരു ഇടമായിരിക്കും. ഏതായാലും വൃത്തിയില്ലാത്തൊരു സ്ഥലമായിരുന്നു. ഒരു വെപ്പുകാരി ബ്രാഹ്മണി കൂട്ടാൻ കൊണ്ട് വിളമ്പി ആദ്യം. അപ്പോൾ അത് കഴിക്കാൻ ഭഗവാൻ ഇഷ്ടം തോന്നിയില്ല. അദ്ദേഹം ഉപ്പ് മാത്രം കൂട്ടിയിട്ട് ലുച്ചി, ഈ പൂരി പോലുള്ള ആ ചെറിയ ലുച്ചി, അത് ഉപ്പ് മാത്രം കൂട്ടി പിന്നെ അല്പം മധുരപലഹാരവും കൂടെ കഴിച്ചു. അപ്പം അത്രയും വളരെ ഇതുപോലും കിട്ടാൻ സാധ്യതയില്ല. കാര്യം ആരും ശ്രദ്ധിക്കുന്നില്ല ഭഗവാൻ എന്ത് കൊടുക്കണമെന്നോ. ഭഗവാന്റെ അതാണ് ആദ്യം പറഞ്ഞത്, ഭഗവാനെ നിർബന്ധിച്ചാണ് വിളിച്ചിവിടെ ഈ സത്സംഗത്തിൽ പങ്കെടുക്കാനായിട്ട് ഭഗവാനെ ക്ഷണിച്ചു വരുത്തിയതാണ്. അപ്പം ക്ഷണിച്ചു വരുത്തിയിട്ട് ഇതാണ് അവസ്ഥ, ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആഹാരം കഴിഞ്ഞിട്ട് ഭഗവാൻ പിന്നീട് വണ്ടിയിലേക്ക് കയറുകയാണ്. അപ്പോൾ ആഹാരം കഴിഞ്ഞ് ഗുരുദേവൻ വണ്ടിയിൽ കയറി. വണ്ടിക്കൂലി ആര് കൊടുക്കും? പിന്നെ വണ്ടി കൊണ്ട് തിരിച്ചു പോകുമ്പം വണ്ടിക്കൂലി വേണം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 3 രൂപയും 2 അണയും വേണം. ആര് കൊടുക്കാനാണ്? ഇതിൻ്റെ അറേഞ്ച് ചെയ്ത ആളുകളെ ഒന്നും കാണാനുമില്ല, വീട്ടുകാരെ ആരും കാണുന്നില്ല. വണ്ടിക്കൂലിയെക്കുറിച്ച് ഗുരുദേവൻ തമാശയായിട്ട് ഇങ്ങനെ പറയാറുണ്ട്. വണ്ടിക്കൂലി ചോദിക്കാൻ ആൾ ചെന്നു. അപ്പോൾ എന്തു പറ്റി? ആദ്യം ശകാരിച്ചു. എന്നിട്ട് പിന്നെ വളരെ കഷ്ടപ്പെട്ട് 3 രൂപ ഒരു വിധത്തിൽ കൊടുത്തു. 3 രൂപ 2 അണയാണ് വണ്ടിക്കൂലി ശരിക്കും. അപ്പം ശകാരവും കേൾക്കേണ്ടി വന്നു. പിന്നീട് 3 രൂപ കൊടുത്തു.
2 തന്നില്ല, അത് മതിയെന്ന് പറഞ്ഞു. എങ്ങനെ പോയി അല്ലെങ്കിൽ എങ്ങനെ അത് അറേഞ്ച് ചെയ്തു എന്ന് പിന്നീട് ഇതിൽ മാസ്റ്റർ മഹാശയൻ സൂചിപ്പിച്ചിട്ടില്ല. ഇത് ഭഗവാനെയും വിളിച്ചുകൊണ്ട് ഒരു സത്സംഗത്തിൽ പങ്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഭഗവാൻ അങ്ങനെ പോകേണ്ടി വന്നപ്പോൾ ഒരു ഗൃഹസ്ഥാശ്രമ ഭക്തൻ അവരുടെ ചില ആളുകളുടെ രീതി അതാണ്. അവർ എങ്ങനെയാണ് അത് ആ സന്ദർഭത്തിൽ ഉപചാരങ്ങൾ എങ്ങനെ ചെയ്യണം എന്ന് അവർക്ക് ശ്രദ്ധയില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ പ്രൗഢി അവിടെ പ്രകടിപ്പിക്കാൻ പാകത്തിനുള്ള ആളുകളെ ക്ഷണിക്കുക, അവരെ കൊണ്ടുവരിക, അവരുടെ ആ ആൾക്കൂട്ടത്തെ സൃഷ്ടിക്കുക, എന്നിട്ട് ഈ ധാരാളിത്തമെല്ലാം കാണിക്കുക, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നത്. ചുരുക്കത്തിൽ ഇത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇത്തരം സത്സംഗങ്ങൾക്ക് അത് നടത്തുന്നതിൻ്റെ ഫലം ഒട്ടും ഇല്ലാതായി. അതുകൊണ്ടാണ് ഈ 2 തരം ആളുകളുണ്ട് എന്ന് പറയുന്നത്. വലിയ സത്സംഗങ്ങളും പൂജയും മറ്റും നടത്തും, അത് ഭഗവത് പ്രേമത്തിനേക്കാൾ സ്വന്തം പ്രൗഢി കൂടി വെളിപ്പെടുത്തുന്ന ഉദ്ദേശം നടത്തുന്ന ഇങ്ങനെയുള്ള ആളുകളുണ്ട്. ഇനി മറ്റ് സത്സംഗങ്ങളിൽ പങ്കെടുക്കാൻ ചെല്ലുന്നവർ വരുന്നവരെ അല്ല പരിഗണിക്കുക, അല്ല ഇങ്ങനെയുള്ളവർ വരുന്നവരെ അല്ല പരിഗണിക്കുക, അവർക്ക് അവരുടേതായ ഒരു ആ പ്രൗഢിയെ പ്രകടമാക്കുന്നതാണ് ശ്രദ്ധിക്കാൻ, അവർക്ക് അതിലായിരിക്കും താല്പര്യം. അപ്പം അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ ഇങ്ങനെ അനുഭവിക്കേണ്ടി വന്നത്. ഇത് ശ്രീരാമകൃഷ്ണദേവൻ്റെ അപ്പോൾ ഇതിനു മുമ്പും ചില സ്ഥലങ്ങളിൽ ഭഗവാൻ ഇതിനു മുമ്പൊരിക്കൽ ഒരു സ്ഥലത്ത് പോയപ്പോഴും ഇതുപോലൊരു അനുഭവം ഉണ്ടായി. അപ്പം അന്നും ഇതേപോലെ രാഖാലുമെല്ലാം രോഷാകുലരായ സന്ദർഭത്തിൽ ഭഗവാൻ പറഞ്ഞത്, നമ്മൾ അവിടുന്ന് ഏതെങ്കിലും തരത്തിൽ ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ ഒരു അതൃപ്തി പ്രകടിപ്പിക്കുകയോ ചെയ്താൽ അതിൻ്റെ ദൂഷ്യഫലം ആ വീട്ടുകാർക്കാണ് അനുഭവിക്കേണ്ടി വരിക. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ഒരു ഇത് നമ്മൾ മനസ്സിൽ കരുതരുത് എന്ന് ഭഗവാന്റെ ഒരു ഉപദേശമുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. ഇതല്ല വേറെ സന്ദർഭത്തിൽ, അതും രാഖാലിനോട് തന്നെയാണ് അങ്ങനെ ഒരു ഉപദേശം നൽകിയത്. അപ്പോൾ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എങ്ങനെ ആര് പെരുമാറി എന്നുള്ളത് ഭഗവാന്റെ ശ്രദ്ധയിലേ വരുന്നില്ല. ഭഗവാൻ ഈ നേരത്തെ സൂചിപ്പിച്ച പണം, വണ്ടിക്കൂലിക്ക് കാശില്ല എന്നുള്ളതും തിരിച്ചു പോയാൽ ഭക്ഷണം കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളതും പട്ടിണിയായി പോകുന്നുള്ളതൊക്കെ പറയുമ്പോഴും ഭഗവാൻ അത് വളരെ ചിരിച്ചുകൊണ്ട് തമാശ ഒരു രസകരമായൊരു ഇതായിട്ടാണ് എടുക്കുന്നത്. ഒരിക്കലും അതൊരു ആ വീട്ടുകാരെ ഒന്നും ഒരിടത്ത് പോലും ഭഗവാൻ ആ തരത്തിലുള്ള ഒരു സമീപനം ഭഗവാൻ ഒരിടത്തും പ്രകടിപ്പിച്ചിട്ട് പോലുമില്ല, ഒരു അതിർത്തിയും പ്രകടിപ്പിച്ചിട്ടില്ല. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ സന്ദർഭത്തിലും ഭഗവാൻ അത് വരുന്നത്. അതേ തുടർന്ന് വരുന്നൊരു ഭാഗത്താണ് രാമചന്ദ്രദത്തയുടെ വീട്ടിലെ സത്സംഗത്തിൽ നമുക്ക് കാണുന്നത്. ഇനി വേറൊരു സന്ദർഭത്തിൽ നമുക്കിത് രാമചന്ദ്രദത്തയുടെ വീട്ടിൽ ഭഗവാൻ വരുന്ന ഒരു ഭാഗം കൂടെ ഇതിനകത്ത് നമുക്ക് കാണാവുന്നതാണ്. ഇതിനകത്ത് ഒരു കാര്യം ഞാനതൊരു ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കും. ഞാനത് എടുത്തില്ല, ആ പുസ്തകം നമ്മുടെ ലീലാമൃതത്തിലെ ഒരു ഭാഗം. ഒരു സെക്കൻഡ്. ലീലാമൃതത്തിലെ ഒരു ഭാഗം കൂടെ ഇതിനോട് ബന്ധപ്പെടുത്തി കാണാവുന്നതാണ്. അത് ഞാനത് മാർക്ക് ചെയ്ത് വെച്ചു. 1004 അത് തന്നെ. ഇവിടെ ലീലാമൃതത്തിൽ പറയുന്നത് അതായത് ഭഗവാൻ ഇതിൽ ഈ നേരത്തെ നമ്മളിപ്പോൾ കണ്ട ഈ കാശീശ്വര മിത്രൻ്റെ അതായത് നമ്മുടെ ആദി ബ്രഹ്മസമാജംകാരുടെ ആ സത്സംഗത്തിൻ്റെ ഒരു ഘടനയെക്കുറിച്ച് ഭഗവാൻ പറയുന്നൊരു കാര്യമുണ്ട്. കാര്യം ഭഗവാൻ എന്തുകൊണ്ടാണ് ഇത് ചിരിച്ച് എടുത്തത് അല്ലെങ്കിൽ ഒരു രസകരമായി എടുത്തത്? അവിടെ ആ
ഭഗവാൻ അവരുമായിട്ട് നടത്തിയ ചർച്ചകൾ നമുക്ക് വചനാമൃതത്തിൽ വായിക്കാം, അതിവിടെ നമ്മൾ സൂചിപ്പിക്കുന്നില്ല. പക്ഷേ ആ സന്ദർഭത്തെ ഭഗവാൻ ലീലാമൃതത്തിലെടുത്ത് ശാലാൻ സ്വാമികൾ വിവരിക്കുന്നുണ്ട് എന്താണ് ഭഗവാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത് എന്ന്. അതായത് ഈ ഇവരുണ്ടല്ലോ, നമ്മുടെ ഈ ബ്രഹ്മസമാജ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പാശ്ചാത്യ വിദ്യാഭ്യാസത്താലും പാശ്ചാത്യ ആദർശങ്ങളിലും ഇവർ ഭാരതീയ ദർശനങ്ങളിൽ നിന്നും വളരെ അകലേക്ക് തെന്നിപ്പോയി. അതുകൊണ്ടാണ് അവർക്കിത് സംഭവിക്കുന്നത്. കാര്യം ഭാരതീയ ദർശനങ്ങളുമായിട്ട് ഇവർക്ക് വലിയ അടുപ്പമില്ല, അതല്ല ഇവർ ഫോളോ ചെയ്യുന്നത്. ഇവർക്ക് ഈ പാശ്ചാത്യരുടെ വിദ്യാഭ്യാസവും പാശ്ചാത്യ ആദർശങ്ങളിലും ആകൃഷ്ടരായി വന്നവരാണ് ഈ ബ്രഹ്മസമാജാംഗങ്ങൾ. അതുകൊണ്ടാണ് അവർക്ക് ഈ ഭാരതീയ ദർശനങ്ങളുമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ടാണ് ഈ അതിഥി സേവയെക്കുറിച്ച് അവർക്ക് ഇത്തരത്തിലുള്ള ഒരു കാര്യം ഈ പ്രകടനപരത മുഴുവൻ വരുന്ന അതുകൊണ്ടാണെന്ന് ശാരദാൻ സ്വാമികൾ ഒരിടത്ത് അത് വിവരിക്കുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും ബ്രഹ്മസമാജത്തിലെ ധർമാനുഷ്ഠാനമാണ് ഏറ്റവും ശ്രേഷ്ഠമായതെന്നൊരു ധാരണ ഇവർക്കുണ്ടെന്നും അദ്ദേഹം താമസിയാതെ ആ ധാരണ ഉണ്ടെന്നുള്ള കാര്യം ശ്രീരാമകൃഷ്ണദേവൻ ഈ കാര്യം മനസ്സിലാക്കിയിരുന്നു. ഇവരുടെ ഈ ശൈലി ഇതാണ് എന്നുള്ളത് ശ്രീരാമകൃഷ്ണദേവൻ മനസ്സിലാക്കിയിരുന്നു. അതിനാൽ അതിനനുസരിച്ച് പറയുന്നത്, അതിനാൽ അവർക്കുള്ളിൽ യഥാർത്ഥമായ സാധനയ്ക്ക് താല്പര്യം ഉണർത്തിവിടുകയും സമാജം അവരൊന്നിച്ച് ഈ മാർഗത്തിലൂടെ മുന്നേറിയാലും ഇല്ലെങ്കിലും ഈശ്വര സാക്ഷാത്കാരം ഒന്ന് മാത്രം ജീവിത ലക്ഷ്യമായി അവരെക്കൊണ്ട് സ്വീകരിപ്പിക്കുവാൻ നല്ലപോലെ അദ്ദേഹം ശ്രമം ചെയ്യുകയും ചെയ്തു. ഭഗവാൻ ഇവിടെ ഈ തരം സത്സംഗങ്ങളിൽ പങ്കെടുക്കുന്നത് ആ ദിവസങ്ങളിൽ നടക്കുന്ന ചില കാര്യങ്ങളിലല്ല ഭഗവാന്റെ ശ്രദ്ധ. ഭഗവാൻ ഒരുപാട് പദ്ധതികൾ ഇതിനകത്തുണ്ട്. കാരണം ഈ ബ്രഹ്മസമാജ അംഗങ്ങളെ മുഴുവനുമായിട്ടും ഭാരതീയ ദർശനത്തിലേക്ക് കൊണ്ടുവന്ന് ഒരു ഭാവി ഭാരതത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ ചിന്തിക്കുന്നത്. ആ ദിവസം നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമല്ല. അതുകൊണ്ടാണ് ഭഗവാൻ ഇതിലൊന്നും പ്രത്യേകിച്ച് ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ അതിനകത്ത് പ്രതികരിക്കാറില്ല. വളരെ പുഞ്ചിരിച്ചുകൊണ്ട് ഭഗവാൻ ആ കാര്യങ്ങളെ മറ്റുള്ളവരെ സമാധാനിപ്പിക്കുന്നതിൻ്റെ ഒരു കാരണം ഇതൊന്നുമല്ല പ്രധാനമായ ലക്ഷ്യം. അവിടെ എങ്ങനെ സ്വീകരിക്കപ്പെട്ടു അല്ലെങ്കിൽ അവിടെ എന്ത് തരത്തിൽ അത് നടത്തപ്പെട്ടു എന്നുള്ളതൊന്നും ഭഗവാനെ സംബന്ധിച്ച് ഭഗവാന്റെ ശ്രദ്ധ അവിടെ ഒന്നും പോകുന്നില്ല. തൽഫലമായി അദ്ദേഹം ഈ ശ്രീരാമകൃഷ്ണദേവൻ ഈ കുറേ പേരെങ്കിലും, അതായത് കേശവൻ ഉൾപ്പെടെയുള്ളവരെങ്കിലും പിന്നീട് ശ്രീരാമകൃഷ്ണദേവൻ കാണിച്ചു കൊടുത്ത മാർഗത്തിലൂടെ കുറേ ദൂരം മുന്നേറി. അങ്ങനെ ഓരോ വിഭാഗക്കാർ, ഇതിപ്പോൾ ആദി ബ്രഹ്മസമാജത്തിൻ്റെ ആളുകളാണ്, അവർ വളരെ ഓർത്തഡോക്സ് ലെവലിൽ നിൽക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് അവരെ സംബന്ധിച്ച് ഇത് ഇത്തരം ഒരു അവരിപ്പോഴും നിൽക്കുന്ന ആ പഴയ അവരുടേതായ ഒരു വൈദേശിക സ്വാധീനത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ അവർ അത്തരം ഒരു ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഒരു ക്രൈസ്തവ സമാജങ്ങളുടെയൊക്കെ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു വർഷിപ്പ് ലെവലിലാണ് ഈ ആദി ബ്രഹ്മസമാജമൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നത്. അപ്പോൾ അവരെ എത്രമാത്രമാണ് ഈ ഭാരതീയ ദർശനത്തിലേക്ക് കൊണ്ടുവരേണ്ടത് എന്നുള്ളത് കൊണ്ടാണ് ഈ നമ്മളിപ്പോൾ ഈ കാണുന്ന തരത്തിലുള്ള ചെറിയ ഈ സത്സംഗങ്ങളിൽ വരുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ. ഇപ്പോൾ രാഘാലിനൊക്കെ പെട്ടെന്ന് രക്തം തിളയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും ഭഗവാൻ ഇതിനെ മുഴുവൻ വളരെ ലളിതമായിട്ട് എടുക്കുന്നതിൻ്റെ കാര്യം, ഇതിൻ്റെ ഉദ്ദേശം ഭഗവാൻ മുന്നിൽ കാണുന്നത് ഇതൊന്നുമല്ല. ഇവരെല്ലാം ഈ ആളുകളെ മുഴുവനും മാറ്റിയെടുക്കുക, അവരുടെ ചിന്താഗതിയെ മാറ്റിയെടുക്കുക, അവരിൽ ഭാരതീയ ദർശനം കൊണ്ടുവരിക എന്നുള്ള വലിയൊരു ലക്ഷ്യം ഭഗവാൻ മനസ്സിൽ കാണുന്നത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ ഭഗവാൻ ഒരിക്കലും മറ്റുള്ളവരോട് അതേക്കുറിച്ച് കൂടുതൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുന്ന പോലും അതാണ്. കാരണം അത് വലിയൊരു ശ്രമത്തിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ ഇതൊക്കെ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. അത് ഭഗവാൻ അതുകൊണ്ടാണ് അവരോട് ഇതൊന്നും പ്രത്യേകിച്ച് അവരോട് പറഞ്ഞില്ലേ, ഇനി ഞാൻ വണ്ടിക്കൂലി ആര് തരും, എന്നിട്ട് ദേഷ്യപ്പെടുക, പൈസ കൊടുക്കുന്നതിന് ദേഷ്യപ്പെടുക, 3 രൂപ 2 കൊടുക്കേണ്ടടുത്ത് 3 രൂപ കൊടുത്തിട്ട് അത് മതിയെന്ന് പറയുക,
ഭഗവാൻ തന്നെയാണ് പിന്നീട് പറഞ്ഞത്, അവരത് മതിയെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവർ പ്രതികരിച്ചത് എന്നൊക്കെയാണ് പറയുന്നത്. എന്നും പറഞ്ഞ് ഭഗവാൻ വീണ്ടും ഈ ബ്രഹ്മസമാജങ്ങൾ നടത്തുന്ന എല്ലാ സത്സംഗങ്ങളിലും ഭഗവാൻ ക്ഷണിക്കുന്നിടത്തൊക്കെ ഭഗവാൻ പിന്നെയും പോകുന്നുണ്ട്. ഒരിക്കലും ഭഗവാൻ അങ്ങനെ പോകാതിരുന്നിട്ടില്ല. അല്ലെങ്കിൽ ഒരു തവണ ഇങ്ങനെ വന്ന ഇനി ഇവരുടെ അടുത്തേക്ക് ഇനി ഇവരുടെ ഇതുമായിട്ട് പോവില്ല, അങ്ങനെ ആയിരിക്കുമല്ലോ സാധാരണ മനുഷ്യർ ചിന്തിക്കുക. ഭഗവാൻ അങ്ങനെയല്ല, അടുത്ത സത്സംഗങ്ങളിൽ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പിന്നീട് നമുക്ക് കാണാവുന്നതാണ് ഇവരെല്ലാം തന്നെ ഭഗവാനിലേക്ക് എത്തുന്നതിൻ്റെ ഒരു വലിയ ഭാഗമാണ് പിന്നീട് നമ്മളിത് കാണുന്നത്. അപ്പോൾ ശാരദാൻ സ്വാമികൾ ഇതിനെക്കുറിച്ച് ഭഗവാൻ എങ്ങനെയാണ് ഇതിനെ കണ്ടിരുന്നതെന്ന് ലീലാമൃതത്തിൽ സൂചിപ്പിക്കുന്ന ഒരു ഭാഗം ഞാനത് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ഏതായാലും ഇതിൻ്റെ ഭാഗത്ത് ഈ സത്സംഗങ്ങൾ ഈ രാമചന്ദ്രദത്തയുടെ സത്സംഗത്തോടു കൂടിയാണ് ഈ ഭാഗം 10ാം ഭാഗം അവസാനിക്കുമ്പോൾ രാമചന്ദ്രദത്ത നടത്തിയ ഒരു സത്സംഗം കൂടെ നമുക്ക് കാണാൻ പറ്റും. അപ്പം എങ്ങനെയാണ് അവിടെ ആ സത്സംഗത്തിൽ വരുന്ന മാറ്റം എന്താണ്? അത് അധ്യായം 7 1883 ജൂൺ 2 ശനി, അതാണ് രാമചന്ദ്രദത്ത നടത്തുന്ന സത്സംഗം വരുന്നത്. എങ്ങനെയാണ് അവിടെ വന്ന വ്യത്യാസം? ഈ ആദ്യം കണ്ട നന്ദനബഗാനിൽ നടന്നൊരു സത്സംഗവും രാമചന്ദ്രദത്ത നടത്തുന്ന ആ സത്സംഗവും തമ്മിലുള്ള ആ ഒരു വ്യത്യാസത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നതാണ് ഇതേ അധ്യായത്തിൽ. എന്താണ് അവിടെ പറയുന്നത്? രാമകൃഷ്ണദേവൻ ശ്രീ രാമചന്ദ്രദത്തയുടെ ഗൃഹത്തിൽ വന്ന ആ സന്ദർഭം കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ അവിടെ ഈ രാമചന്ദ്രദത്തയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ സന്ദർഭമായപ്പോഴേക്കും ഡോക്ടർ പരീക്ഷയെല്ലാം പാസ്സായി ക്രമേണ മെഡിക്കൽ കോളേജിൽ അസിസ്റ്റൻ്റ് കെമിക്കൽ എക്സാമിനറും സയൻസ് അസോസിയേഷൻ്റെ കെമിസ്ട്രി പ്രൊഫസറുമായി ഈ ഘട്ടം വരുമ്പോൾ ഭഗവാന്റെ അടുത്ത് വന്ന ആദ്യത്തെ ഭക്തൻ എന്നുള്ള നിലയിൽ ഭഗവാനെ ആദ്യം 3 പേരിൽ ഒരാൾ, അല്ല ആദ്യം വന്നാൽ അതിനുശേഷമാണല്ലോ പിന്നീട് മനോമോഹൻ മിത്രയും സുരേന്ദ്ര മിത്രയും വരുന്ന പിന്നീടാണ്. അപ്പം ഈ സന്ദർഭത്തിൽ രാമചന്ദ്രദത്തയുടെ ഒരു പൊസിഷനാണിത്. അപ്പം അവിടുത്തെ ഡോക്ടർ പരീക്ഷയൊക്കെ പാസ്സായിരിക്കുന്ന സന്ദർഭം അദ്ദേഹം തന്നെത്താൻ സമ്പാദിച്ച പണം കൊണ്ടാണ് വീട് വെച്ച് ഈ സ്ഥാനത്ത് ഗുരുദേവൻ പല തവണ എത്തിയിട്ടുണ്ട്. രാമചന്ദ്രദത്തയുടെ ഈ വീട്ടിൽ ഭഗവാൻ പല തവണ എത്തിയിട്ടുണ്ട്. എന്നിട്ട് ഗുരുദേവൻ നിർലോഭം രാമൻ്റെ ഗുണങ്ങളെ വാഴ്ത്ത്, എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് രാമൻ ഭക്തന്മാർക്ക് വീട്ടിൽ സ്ഥാനം നൽകുന്നു, അവർക്കെന്തെല്ലാം വേണോ ആ സേവയാണ് ചെയ്യുന്നത്. ഇതാണ് രണ്ടിടത്തും കണ്ട വ്യത്യാസം. കാശീശ്വരമിത്രൻ്റെ വീട്ടിൽ കണ്ടത് ഭക്തന്മാർക്ക് ചെയ്ത സേവയോ ഭക്തന്മാർക്കോ അല്ല വീട്ടിൽ സ്ഥാനം കൊടുത്തത്, അതല്ലായിരുന്നു അവരുടെ ലക്ഷ്യം. അതായത് ആദ്യ ബ്രഹ്മസമാജത്തിലെ അംഗങ്ങളും അവരുടെ ആ ഗ്രൂപ്പിൻ്റെ ലക്ഷ്യം അതായിരുന്നില്ല. അവരെ സംബന്ധിച്ച് അവരുടേതായ ഒരു പ്രൗഢിയെ എങ്ങനെ പ്രകടമാക്കാം അതായിരുന്നു അവരുടെ ലക്ഷ്യം. ഇവിടെ അതല്ല. ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നത് രാമൻ ഭക്തന്മാർക്കാണ് വീട്ടിൽ സ്ഥാനം നൽകുന്നത്. അപ്പം അങ്ങനൊരു സത്സംഗം വീട്ടിൽ സംഘടിപ്പിക്കുമ്പോൾ ഭഗവാനെ ക്ഷണിച്ച് വരുത്തുമ്പോൾ അതോടൊപ്പം വരുന്ന ഭക്തന്മാരവിടെ വരുമ്പോൾ ഈ വരുന്ന ഭക്തന്മാർക്കാണ് ആ വീട്ടിൽ സ്ഥാനം നൽകുന്നതും അവർക്ക് വേണ്ടി സേവ ചെയ്യുന്നു. ആ ഭാവത്തിലാണ് രാമചന്ദ്രദത്ത നടത്തുന്ന സത്സംഗങ്ങളുടെ പ്രത്യേകത. അയാളുടെ വീട്ടിൽ ഭക്തരുടെ മേളമാണ്. നിത്യഗോപാലൻ, ലാട്ടു, താരകൻ ഇവർ രാമചന്ദ്രൻ്റെ വീട്ടിൽ തന്നെയാണ് മിക്കവാറും താമസം. ഈ ഭഗവാന്റെ കൂടെ ഉണ്ടായിരുന്ന ഇവരെല്ലാം രാമചന്ദ്രദത്തയുടെ വീട്ടിൽ തുടരെ താമസിക്കുക കൂടെ പതിവുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിൽ നിത്യവും നാരായണ പൂജ നടക്കുന്നു. ഈ തരത്തിലാണ് ആ ഭാഗം രാമചന്ദ്രദത്തയുടെ ആ ഒരു ഇതിനെക്കുറിച്ച് ഭഗവാൻ തന്നെ ഇവിടെ പറയുന്നത്. അപ്പോൾ രാമചന്ദ്രദത്തെ പോലുള്ളവർ ചെയ്യുന്നത് എന്താണ്? അപ്പോൾ രാമചന്ദ്രദത്തെ പോലുള്ളവർ എങ്ങനെയാണ് ഈ ഭഗവാനുമായിട്ടുള്ള അവരുടെ സഖ്യത്തെ ഏത് തരത്തിലാണ് അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്? നമ്മൾ രാമചന്ദ്രദത്തയുടെ വളരെ വിശദമായിട്ട് നമ്മൾ രാമചന്ദ്രദത്തയുടെ മാത്രം കഥ ഇതിനു മുമ്പ് പറഞ്ഞതാണ്. എങ്കിലും അത് ഒന്ന് ഓർക്കാൻ വേണ്ടിയാണ്. അത് എത്രമാത്രമാണ് ഭഗവാനോടുള്ള ആ പ്രേമം. ശ്രീരാമകൃഷ്ണദേവൻ മാത്രമായിരുന്നു രാമചന്ദ്രദത്തയുടെ ജീവിതത്തിൻ്റെ ആകത്തുക. ഭഗവാനോടുള്ള ആ സ്നേഹവും ഭഗവാനോടുള്ള ഭക്തിയും മാത്രമാണ് നിറഞ്ഞത്. അതുകൊണ്ടാണ് കാക്കൂർഗാച്ചി എന്ന് പറയുന്ന രാമചന്ദ്രദത്ത അദ്ദേഹത്തിൻ്റെ ആ ആശ്രമം നിർമ്മിച്ചപ്പോൾ അവിടുത്തെ ആ
പ്രവേശന കവാടത്തിൽ തൻ്റെ ചിതാഭസ്മം, താൻ മരിക്കുമ്പോൾ തൻ്റെ ചിതാഭസ്മം ആ പ്രവേശന കവാടത്തിൽ കുഴിച്ചിടണം എന്ന് രാമചന്ദ്രദത്ത പറയാനുള്ളൊരു കാരണം ഇനി എല്ലാ കാലത്തേക്കും വരുന്ന ശ്രീരാമകൃഷ്ണ ഭക്തരുടെ കാലടികൾ എൻ്റെ എൻ്റെ ആ ചിതാഭസ്മം ഇട്ടിരിക്കുന്ന ആ മണ്ണിൽ ആ കാലടികൾ പതിയണം എന്നാകെ. അപ്പം അത്രമേൽ ഭഗവാനോട് സഖ്യം പ്രഖ്യാപിച്ചിട്ടുള്ള ഒരാളാണ് രാമചന്ദ്രദത്ത. അപ്പം അങ്ങനെ അതുകൊണ്ടാണ് രാമചന്ദ്രദത്ത മുമ്പിൽ വന്ന് ശ്രീരാമകൃഷ്ണദേവൻ അവിടെ വന്നപ്പോൾ, ഈ സത്സംഗത്തിന് വന്നപ്പോഴുള്ളൊരു രംഗമുണ്ട്. ശ്രീരാമകൃഷ്ണദേവൻ അവിടെ വന്ന സമയത്ത് രാമചന്ദ്രദത്ത ഓടി വന്ന് ഭഗവാന്റെ കാലിൽ ആ മണ്ണിൽ തന്നെ നമസ്കരിച്ച് ആ പാദധൂളി ശിരസ്സിലണിഞ്ഞ് കൂടെ കൂട്ടിക്കൊണ്ടാണ് വീട്ടിലേക്ക് പോയത്. മറ്റേടത്തെ പോലെയല്ല, ഇവിടെ അതാണ് വ്യത്യാസം. കൂടെ കൂട്ടിക്കൊണ്ടാണ് പോയത്. എന്നിട്ട് അദ്ദേഹത്തിനായി ഭഗവാന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു ഇരിപ്പിടം ഭഗവാന് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ആ ഇരിപ്പിടത്തിലാണ് ഭഗവാനെ ഇരുത്തുന്നത്. അപ്പോൾ ഭഗവാനെയാണ് അവിടെ പ്രധാനമായിട്ടും, ഭഗവാനെ കേന്ദ്രീകരിച്ച് മാത്രമാണ് ആ സത്സംഗം നടക്കുന്നത്. മറ്റേടത്ത് അങ്ങനെയല്ല, ഭഗവാൻ ഇരിക്കാനൊരു സ്ഥലം പോലുമില്ല. അഡ്ജസ്റ്റ് ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടിരുത്തേണ്ട അവസ്ഥയാണ് പിന്നീട് വന്നത്. ഇവിടെ അതല്ല, ഭഗവാന് വേണ്ടി ഇരിക്കാനുള്ളൊരു സ്ഥലം, ഇരിപ്പിടം ഒരുക്കിയിട്ടുണ്ട്, അവിടെയാണ് അവർ കൊണ്ട്. എന്നിട്ട് ആ അധ്യായം തീരുമ്പോൾ മനോഹരമായ ഒരു വിവരണത്തോടു കൂടിയാണ് മാസ്റ്റർ മഹാശയൻ ആ അധ്യായം എഴുതി അവസാനിപ്പിക്കുന്നത്. അല്ലെങ്കിൽ അവിടുത്തെ ആ സത്സംഗം ആ എഴുതി അവസാനിപ്പിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ്. അതായത് ഇതിന് തൊട്ടു മുമ്പുണ്ടായിരുന്നപ്പോൾ, കാശി വിശ്വാമിത്രൻ്റെ ആ വീട്ടിൽ നിന്നപ്പോൾ ഭഗവാൻ എത്രമാത്രം അത് വായിക്കുന്ന വായനക്കാരൻ്റെ ഭക്തൻ്റെ ഉള്ളിൽ എത്രമാത്രം ഒരു വിഷമം നിറയുമോ, വേദന നിറയുമോ, അതെല്ലാം പരിഹരിക്കുന്ന തരത്തിലാണ് ആ ഭാഗം അവസാനിക്കുന്ന ഭാഗത്ത് മാസ്റ്റർ മഹാശയൻ എഴുതിയത്. ഈ രാമചന്ദ്രദത്തയുടെ വീട്ടിൽ അവസാനിക്കുന്നത്. അവിടുത്തെ സത്സംഗം കഴിഞ്ഞപ്പോൾ രാമചന്ദ്രദത്ത ശ്രീരാമകൃഷ്ണദേവനെയും ഭക്തന്മാരെയും കൂട്ടി മുകളിലത്തെ നിലയിലേക്ക് പോയി പലതരം മധുരപലഹാരങ്ങൾ അവർക്ക് നൽകി. ഭക്തന്മാരെല്ലാം അത്യാനന്ദത്തോടെ ആ പലഹാരമെല്ലാം കഴിച്ചു. അത്യാനന്ദത്തോടെ ആ പലഹാരമെല്ലാം കഴിച്ചു. അപ്പോൾ രണ്ട് രംഗങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. മറ്റേടത്തും ഇതേപോലെ രണ്ടാം നിലയിലേക്ക് ഭഗവാന്റെ കൂടെ വന്ന രാഘാലാണ് കൂട്ടിക്കൊണ്ട് ചെല്ലുമ്പോൾ ഇരിക്കാൻ പോലും സ്ഥലമില്ല. എന്നിട്ട് ഏറ്റവും മോശപ്പെട്ട വളരെ വൃത്തികെട്ട ഒരു സ്ഥലത്ത് സ്ഥലം അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ ഇരുത്തി. അങ്ങനെയൊക്കെയാണ് പോകുന്നത്. തിരിച്ചു വരാൻ എന്തെല്ലാം ദുഃഖകരമായൊരവസ്ഥ. ഇവിടെയോ ഇത് അവസാനിക്കുമ്പോൾ രാമചന്ദ്രദത്ത തന്നെ ഭഗവാനെ കൂട്ടിക്കൊണ്ടുപോയി കൂടെ വന്നിരിക്കുന്നവർക്കെല്ലാം പലതരം മധുരപലഹാരങ്ങൾ നൽകി. അത് ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം അത്യാനന്ദത്തോടെയാണ് ആ പലഹാരമെല്ലാം കഴിച്ച് ആ സത്സംഗം അവസാനിക്കും. അത് ഭക്തൻ്റെ മനസ്സ് നിറയുകയും ഭക്തനെ എത്രമാത്രം ആനന്ദത്തിലെത്തിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഒരു സത്സംഗത്തിൻ്റെ ഏറ്റവും വലിയ ഫലപ്രാപ്തി എന്നുകൂടെ പറഞ്ഞുകൊണ്ടാണ് മാസ്റ്റർ മഹാശയൻ ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നത്. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ.